ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കൊച്ചടുക്കളയിൽ തന്നെയാണ് ഞാൻ ഇന്നും. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു മനസ്സിൽ കുറേ നൊസ്റ്റു ഓർമ്മകളുള്ള ഭക്ഷണം കാണില്ലേ എല്ലാവർക്കും. പണ്ട് തൊട്ട് നമ്മൾ കഴിക്കുന്നത്, കുഞ്ഞിൽ കഴിക്കുന്നത്, നമ്മുടെ അച്ഛനമ്മമാരുടെ കൂടെ പോയി കഴിച്ച ഭക്ഷണം, നമ്മുടെ വീടുമായ ഒരു ഗൃഹാതുരത്വമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. പുറത്ത് പോയി കഴിച്ചത്, വീട്ടിനകത്ത് കഴിച്ചതല്ല. അങ്ങനെ ഒരു കാര്യം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. നമ്മളുടെ വീടിനടുത്ത്, ഇവിടെ നിന്ന് അടുത്ത് മീൻസ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഹാർഡ്ലി 10 minutes, ഒരു 15 മിനിറ്റ് നടന്നാൽ എത്തും, അത്ര അടുത്ത്. ഓക്കെ, ഇവിടെ പാർത്താസിനോട് ചേർന്നിരിക്കുന്ന ഒരു കടയാണ് തൊട്ടടുത്തിരിക്കുന്നത്, സൗരാഷ്ട്ര ഹോട്ടൽ സൗരാഷ്ട്ര എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പൂരി എന്നാണ്, പൂരിയും കറികളും. അവരുടെ ഓണേഴ്സ് താമസിക്കുന്നത് ഞങ്ങളുടെ ഈ ഒരു കോളനിയിലാണ്. ഞാൻ താമസിക്കുന്ന ഈ ഹൗസിംഗ് ബോർഡ് കോളനിയിലാണ്. അതിൻ്റെ ഉടമസ്ഥർ പണ്ട് താമസിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ഫുഡായിരുന്നു അവിടുത്തെ പൂരി, എൻ്റെ കറികൾ. അതുപോലെ എനിക്കും. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോയി കഴിക്കും. പിന്നെ എപ്പോഴും പാഴ്സൽ വാങ്ങിക്കുന്ന ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പൂരി, അന്ന് പറയുന്ന പൂരി അണ്ണാച്ചിയുടെ കട എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ, ഇപ്പോൾ ഉള്ള മാനേജ്മെൻറ്റ് അച്ഛനൊക്കെയാണ് അന്നുണ്ടായിരുന്നത്, പ്രായമുള്ള. അവരെല്ലാം മരിച്ചു. ഇപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ അത് കൊണ്ടുപോകുന്നു, നല്ല രീതിയിൽ കൊണ്ടുപോകണം. അപ്പോൾ അവിടെ പോയി നമ്മുടെ ട്രാവൽ വ്ളോഗ്സിന് വേണ്ടിയാണെന്ന് തോന്നുന്നു, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പൂരി അണ്ണാച്ചിയുടെ കടയിൽ പോയി ആ സൗരാഷ്ട്ര ഹോമിൽ പോയി കഴിക്കുന്നത്, ആ ഹോട്ടലിൽ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അവിടുത്തെ പൂരി ചെറിയ പൂരിയാണ്, രസമാണ്. നല്ല ഗോതമ്പ് മാവിൽ തന്നെയാണ്, പ്യുവർ ആട്ടയിലാണ്, മൈദ മിക്സ് ഒന്നുമില്ല. അവർ ഗോതമ്പ് വാങ്ങിച്ച് പൊടിപ്പിച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു പ്രത്യേക സ്വാദാണ്. പിന്നെ അങ്ങനെ പുള്ളി അങ്ങനെ വരുന്നതിനെക്കാട്ടിലും ഒരു സാധാരണ ലെവലിലാണ് നിൽക്കുന്നത് ചെറിയ പൂരീസ്. പിന്നെ അതിൻ്റെ കൂടെ കുറേ കറികളുണ്ടാവും. ഒരു പയർ കൊണ്ടൊരു കറി, ചെറുപയറിൻ്റെ ഒരു കറിയുണ്ട്, അതിനൊരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറിയാണ്. ആ ഉരുളക്കിഴങ്ങ് കറിയിൽ കുറച്ച് ക്യാബേജും കൂടി ചേർത്തിട്ടാണ്. ദാറ്റ് ഈസ് അനദർ കറി. 2 യെല്ലോ കറീസാണ്. പിന്നെ ഒരു കറി ഉണ്ടെന്ന് പറയുന്നത് അച്ചാറ്, നെല്ലിക്ക അച്ചാറാണ് കൂടുതൽ ആ സമയത്തുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാങ്ങ ചെറുതായിരിക്കും ഇടുന്നുണ്ട്. അന്ന് നെല്ലിക്ക തന്നെയായിരുന്നു, നെല്ലിക്ക ഉടഞ്ഞൊക്കെ കിടക്കും. പിന്നെന്താ, ഒരു മുളക് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അന്നും വേറെ ടൈപ്പ് മുളക്, ഇപ്പോൾ സാധാരണ പച്ചമുളകിലും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുളക് കറി, ഈ 2 കറി, പിന്നെ അച്ചാറ്, പിന്നെ ഉള്ളി, സവാള അരിഞ്ഞിട്ട് അതിനൊരു ശകലം മധുരമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ എല്ലാം കൂടി ചേർന്നൊരു കോംബോ പാക്കേജ് ആയിരുന്നു. അപ്പോൾ മുളക് കറി, പയർ കറി, ഉരുളക്കിഴങ്ങൻ ക്യാബേജ് കറി. അതിൽ ക്യാബേജ് ഉണ്ടെന്നൊന്നും അറിയില്ല, അത്രയും സട്ടിലായിട്ടാണ് അതിനകത്ത് കിടക്കുന്നത്. അതൊരു ഭയങ്കര കോംബോ ആണ് കേട്ടോ. നിറച്ചിങ്ങനെ ഒഴിച്ചങ്ങനെ ഗ്രേവി ആയിട്ട് ഒഴിച്ച് അതിലിങ്ങനെ മുങ്ങി, പിന്നെ ഒരു പപ്പടവും കൂടി തരും. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് എക്സലൻറ്റ്. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാഴ്സൽ വാങ്ങും. ഇത് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടി നമ്മുടെ ഈ വീഡിയോയിൽ ഇടാം. പയർ കറി, പിന്നെ ഇതാ കിഴങ്ങ് കറി, അതായത് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറി. പിന്നെ ഇത് നമ്മുടെ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ളൊരു സവാളയുടെ ഒരു സലാഡ്. പിന്നെ ഇത് നെല്ലിക്ക അച്ചാറാണ് കേട്ടോ. നെല്ലിക്ക വലിയ നെല്ലിക്കയാണ്, അപ്പോൾ ഇങ്ങനെ പീസസ് ആയിട്ട് ഇങ്ങനെ മുറിഞ്ഞ് വരും. ഇതാണ് മുളക് അച്ചാർ. പിന്നെ ഇത് പപ്പടം. ഇതിനെ എല്ലാത്തിനെയും ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഉള്ളിയും കൂടി കുറച്ചെടുത്ത്, ആൻഡ് മുളക്, പപ്പടം, ഓൾ തിങ്സ് പപ്പടം കൂടി ഇങ്ങനെ പൊടിച്ച് വെച്ച് ഇങ്ങനൊരു കോംബോ ആക്കിയിട്ടാണ് കഴിക്കുന്നത്. ഇപ്പം ഞാനത് പറയുമ്പോൾ തന്നെ എനിക്കത് കഴിക്കാനായിട്ട് തോന്നുന്ന ആ ഒരു ഫീലാണ്. അപ്പോൾ അത് ഇവിടെ ട്രിവാൻഡ്രത്തുള്ളവർക്കെല്ലാം അറിയാം, അവിടെ പോയി കഴിക്കുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ കേരള ഒട്ടാകെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്നവരാണെങ്കിൽ അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ പൂരിയും കുറച്ച് കറികളും ഉണ്ടാക്കാൻ പോകണം. അതേപോലെ പൂരി സെറ്റ്. അത് എത്രത്തോളം പെർഫെക്റ്റായിട്ട് 100% ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഉണ്ടാക്കാൻ പോകും. എന്നിട്ട് നമുക്കത് കഴിക്കാം. ഓക്കെ, ശരി, തുടങ്ങാം. ആദ്യം ഞാൻ അതിനു വേണ്ടി ഗോതമ്പ് വാങ്ങിച്ച് കഴുകി ഉണക്കി മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചും വെച്ചിട്ടുണ്ട്, പ്യുവർ ആട്ട. അപ്പോൾ പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് നിറച്ച ഗോതമ്പ് മാവ്. ഇത് പ്യുവർ ആട്ട. ഒരു പാക്കറ്റിൽ വാങ്ങുമ്പോൾ നമുക്കറിയില്ലല്ലോ, മൈദ മിക്സൊക്കെ ഉണ്ടാവും. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം.
സാധാരണ വെള്ളത്തിൽ തന്നെയാണ് കുഴക്കുന്നത്, ചൂടുവെള്ളം അങ്ങനെയൊന്നും വേണ്ട, നോർമൽ. ഒരല്പം എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സ്റ്റേജിൽ. ഒരല്പം എണ്ണ മതിയാകും. ആ ഗോതമ്പ് മാത്രം പ്യുവറായിട്ടുള്ളത് കൊണ്ട് കണ്ടില്ല, കളറ് തന്നെ കറക്റ്റ് വ്യത്യാസമുണ്ട്. സാധാരണ പാക്കറ്റ് വാങ്ങണ ആട്ടമാവിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു ഡാർക്ക് ഷെയ്ഡാണ്. പ്യുവർ വീറ്റ്, നല്ല സോഫ്റ്റായിട്ടൊരു ഡോ ആയിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഏകദേശം 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ടോട്ടലായിട്ട് 2 കപ്പ് മാവ്, ഒരു 1-1.5 ടീസ്പൂൺ ഓയിൽ. വെളിച്ചെണ്ണ ഒഴിക്കണ്ട, വേറെ ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലും ആകാം. ഇത് നോക്കൂ, സോഫ്റ്റ്, തൊടുമ്പോൾ അറിയാമല്ലോ. ഇതാണ് പാകം. ഇത് അടച്ച് മാറ്റി വയ്ക്കാം. നമ്മൾ കറിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കി തുടങ്ങാം. യെസ്, അപ്പോൾ മാവ് കുഴച്ച് മാറ്റി വെച്ചു. ഇനി അടുത്ത പരിപാടി, ഞാൻ ഉരുളക്കിഴങ്ങും ക്യാബേജും കൂടെയുള്ള കറിക്ക് വേണ്ടിയിട്ട് കുക്കറിലേക്ക് മാറ്റാൻ പോകുന്നു. നോക്കിക്കോളൂ, ഇത് ഒരു ചെറിയ, ഒരുപാട് വലുതല്ല, ഒരു മീഡിയത്തിനെക്കാട്ടി കുറച്ചുകൂടെ ചെറിയ സൈസിൽ 2 ഉരുളക്കിഴങ്ങും, ക്യാബേജ് ഏകദേശം അരിഞ്ഞത് ഒരു 2 കപ്പ്. ഇത് ഞാൻ ഇങ്ങനെ അരിഞ്ഞിരിക്കുന്നത്, ക്യാബേജെല്ലാം വെറുതെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ ചെറിയ സ്ക്വയർസ്. ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് 2 ചെറിയ ഉരുളക്കിഴങ്ങാണ്, ഒരുപാട് ചെറുതല്ല ഒരുപാട് മീഡിയവും അല്ല, ആ ഒരു ഇൻ ബിറ്റ്വീൻ ആയിരുന്നു. ക്യാബേജ് ഏകദേശം ഒരു 2 കപ്പ് ക്യാബേജ്. ഇതിങ്ങനെ വെറുതെ റഫായിട്ട് ഇങ്ങനെ അരിഞ്ഞതാണ്. ഇനി അകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ. ഇതിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് നോക്കി, ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കുതിർത്ത് വയ്ക്കാം. ഇതിൽ നിന്നും എല്ലാ കറിക്കും കൂടെ ചേർത്തിട്ട് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുവാണ്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ ഓരോ കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കറിയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളത്തിൽ നിന്നും കുറച്ച് പുളിവെള്ളം, ഒരുപാടൊന്നും ആകരുത്, കുറച്ച്, എല്ലാം ഇച്ചിരി ഉള്ളൂ ഇതിൽ സംഭവം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊരു യെല്ലോ കളറിലാണ് ഇരിക്കുന്നത് ഈ ഒരു കറി. ഒരല്പം മുളക് പൊടിയൊന്നും ഒരുപാട് വേണ്ട, എല്ലാം കുറച്ചേ ഉള്ളൂ. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഒരു പൊടിച്ചെടുത്ത ശർക്കരയാണെങ്കിൽ ഇതുപോലെ ഒരു 2 ടീസ്പൂൺ എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം. പുളിയും മധുരമൊക്കെ കുറച്ച് മതി, എല്ലാം കുറച്ച് മതി. വെള്ളം ഇതിപ്പോൾ ഞാൻ 1 കപ്പ് ഒഴിച്ചു, ഇനി കുറച്ചുകൂടി ഒഴിക്കാം. 2 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി ഇത് കുക്കർ അടച്ചിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. കുക്കർ അടച്ചു, ഇനി കത്തിച്ചു കൊടുക്കാം. യെസ്, ഇനി ഇപ്പുറത്തെ അടുപ്പിൽ മുളക് കറിക്ക് വേണ്ടി കാര്യങ്ങൾ. ഇതിപ്പോൾ മോളീസ് ഗാർഡനിലെ മുളകാണ് മുറിച്ചിരിക്കുന്നതിൽ പ്രധാനം. മോളീസ് ഗാർഡനിലെ മുളകുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു 10-20 മുളക് എടുത്തിട്ടുണ്ട്. അതിന് 2ആയിട്ടും 3ആയിട്ടും ഒക്കെ മുറിക്കാം, വലിയ വലിയ പീസസ്. ഓരോ മുളകിനെയും ഇങ്ങനെ 2ആയിട്ടും 3ആയിട്ടും മുറിച്ചാൽ മതി. ഇത് അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും. ഇതിലിപ്പോൾ ആകെ എരിവുള്ള കറി എന്ന് പറയുന്നത് ഈ മുളക് കറി മാത്രമാണ്. മറ്റതെല്ലാം വളരെ ഒട്ടും എരിവില്ല, ചെറിയൊരു മധുരം അങ്ങനെയൊക്കെ വരുന്നത്. പുളി ചേർത്തു നമ്മൾ അറിയുപോലുമില്ല, അത്രയും കുറച്ചേ ചേർക്കാറുള്ളൂ. ഇതിപ്പോൾ ഞാൻ 20 മുളക് എടുത്തു. ആദ്യം മുളക് ഇടാവുന്നു. ഇതിലേക്ക് വേകാനായിട്ട് കുറച്ച്, അതായത് വെള്ളവും ഈ പുളി കലക്കി വെച്ചേക്കുന്നതിൽ നിന്ന് കുറച്ചെടുക്കാം. ഏകദേശം 1 കപ്പ് വെള്ളം, കുറച്ച് പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇനി ഇത് ഒന്ന് വേകട്ടെ, എല്ലാം കൂടി തിളച്ച ഒന്ന് വെന്ത് കിട്ടും. പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കാം, കുറച്ച് ശർക്കര ചേർക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളൊക്കെ ഇതൊന്ന് വെന്തിട്ട് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം.
അപ്പോൾ പുളിവെള്ളമുണ്ട്, ഇപ്പോൾ ഉപ്പ് ചേർത്തു, മഞ്ഞൾപ്പൊടി. പിന്നെ ഒരുപാട് എരിവുള്ള മുളക് വേണ്ട. അങ്ങനെ ഉള്ള മുളകാണെങ്കിൽ ഇതിപ്പോൾ മിക്സ്ഡാണ്, കുറച്ച് എരിവുള്ളത് കൊണ്ട് മിക്സായിട്ടാണ് ഞാൻ ഇട്ടത്. അങ്ങനെയാണെങ്കിൽ അകത്തെ കുരുവെല്ലാം കുറച്ച് മാറ്റിയിട്ട് ചേർക്കാം. നന്നായിട്ട് വേകട്ടെ. വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു, ഒരു അരക്കപ്പും കൂടി. നന്നായിട്ട് വേകട്ടെ. നമ്മുടെ മുളകെല്ലാം വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ശർക്കരയും കൂടി ചേർക്കാം. ഒരു ടീസ്പൂൺ, ഒരു 1.5 ടീസ്പൂൺ മാക്സിമം. അതിൻ്റെ എരിവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇത്ര മതി. ഇനി ഇതിലേക്ക് കടലമാവ് കലക്കി ഒഴിക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ കടലമാവുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കട്ടയില്ലാണ്ട് കലക്കിയെടുക്കാം. അതിങ്ങനെ കുറുകി വരും, ഒരു പ്രത്യേക രീതിയിൽ എത്തും. അങ്ങനെ മുളക് കറിയുടെ കണ്ടീഷൻ ഏകദേശമായി. ചെറുപ്പം കൂടി വേണം. ആഹാ, ഈ പുളി, ഉപ്പ്, അതുപോലെ അതിൻ്റെ ഒരു എന്താ പറയുക മധുരം ഒക്കെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒരല്പം പുളിയും കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കും. കഴിഞ്ഞു. കുറച്ച് എണ്ണ എടുക്കാം, കുറച്ച് മതി. അവർ ഒരുപാട് എണ്ണയൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല, കുറച്ച്. ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അകത്ത് മതി. 1 ടീസ്പൂൺ കടുക്, ഇനി നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ. ഇത് രണ്ടും മാത്രമേ താളിക്കുന്നതിൽ അവർ ഉപയോഗിച്ചിട്ടുള്ളൂ. പച്ചമുളക്, കറിവേപ്പില അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇനി ഇത് കറിയുടെ മുകളിലേക്ക് ഒഴിക്കാം. പരിപാടി കഴിഞ്ഞു. നല്ല മണം. അങ്ങനെ മുളക് കറി റെഡി. മുളക് കറി ഓഫ് പൂരി. കണ്ടല്ലോ, കൺസിസ്റ്റൻസി, കളർ എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, കുക്കറിൽ വേവിക്കാൻ വെച്ച പൊട്ടറ്റോ ആൻഡ് ക്യാബേജൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് ചാറുമുണ്ട്. നന്നായിട്ടൊന്ന് ഉടയ്ക്കാം. ഉടച്ചെടുക്കണം. കുറച്ചൊന്ന് ഉടഞ്ഞോട്ടെ. ഒരല്പം പുളിവെള്ളം കൂടി ഒഴിക്കാൻ വേണം, ഒരല്പം. വളരെ ചെറിയൊരു ഇതേ ഉള്ളൂ കേട്ടോ, അല്ല പുളിയായിട്ടൊന്നും തോന്നില്ല. ഒരല്പം കടലമാവ്, ഏകദേശം ഒരു ടീസ്പൂൺ, 1.5 ടീസ്പൂൺ. കുറച്ച് വെള്ളം, 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി. ഒരു ചെറിയൊരു കുറുകൽ പോലെ ഫീൽ ചെയ്യും. നന്നായിട്ട് ഉടച്ചെടുക്കണം. പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് ഉടഞ്ഞ്, ക്യാബേജും കുറേയെല്ലാം ഉടഞ്ഞങ്ങ് ചേരണം. കലക്കിയ കടലമാവ് കുറേശ്ശെ നമ്മൾ ഒഴിക്കുന്നു. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ കടലമാവാണ് ഞാൻ മിക്സ് ചെയ്തത്, ഒരു 1/4 കപ്പ് വെള്ളത്തിൽ. ഇച്ചിരി ഉപ്പും കൂടി വേണം. പുളി ഒരു ലേശം പുളിയാണ് നമ്മൾ ചേർത്തത്, ആ ഒരു ചെറിയൊരു പുളിയുടെ ഇത് മതി. അതുപോലെ ശർക്കരയും വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ വീണ്ടും ഒരല്പം ശർക്കരയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരല്പം, ഒരു ടീസ്പൂൺ ടോട്ടൽ. മധുരം കൂടുതൽ പാടില്ല, ചെറുതായിട്ട് ഒരു സട്ടിലായിട്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി പൊട്ടറ്റോ ആൻഡ് ക്യാബേജ് കറിയുടെ താളിപ്പ്. കുറച്ച് എണ്ണ, അഗെയിൻ ഒരു ടേബിൾ സ്പൂണിനകത്ത് മതി. ഒരുപാട് ഓയിലി അല്ല അവരുടെ ഫുഡ് ഒന്നും തന്നെ. ചൂടായാൽ സെയിം താളിക്കലാണ്. എല്ലാത്തിനും കടുക്, ജീരകം, നല്ല ജീരകം, കടുക്, വേറെ ഒന്നും ചേർക്കാറില്ല. 1 ടീസ്പൂൺ കടുക്. ഓക്കെ, പൊട്ടിത്തുടങ്ങട്ടെ. 1/2 ടീസ്പൂൺ നല്ല ജീരകം. നല്ല മൂക്കട്ടെ, കളർ മാറുന്ന പോലെ മുറിയും.
യെസ്, ആയിക്കഴിഞ്ഞു. നേരെ കറിയിലേക്ക് ഒഴിക്കാം. യെസ്, ആഹാ നല്ല പടം. അങ്ങനെ പൊട്ടറ്റോ ആൻഡ് ക്യാബേജ് കറി ഈസ് ഓൾസോ റെഡി. കണ്ടല്ലോ, ഇതെല്ലാം ഇങ്ങനെ ഈ താളിക്കുന്ന സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് അങ്ങ് പോകും. കുറച്ച് കഴിയുമ്പോൾ കാണാനൊന്നും കിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ജീരകത്തിൻ്റെ ഒരു കരിഞ്ഞ കഷ്ണം, കടുകിൻ്റെ ഒരു പീസൊക്കെ കാണുള്ളൂ. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലാവിഷാണെന്നേ ഉള്ളൂ ഈ കാര്യങ്ങൾ. ലാർജ് സ്കെയിൽ ചെയ്യുമ്പോൾ ഇത്രയൊന്നും ചിലപ്പോൾ ഇടത്തില്ലായിരിക്കും. കറി പാത്രത്തിലേക്ക് മാറ്റട്ടെ. മുളക് കറി എടുക്കട്ടെ. ഇതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഷോപ്പിൽ നിങ്ങൾ പോയി കഴിച്ചാൽ മനസ്സിലാവും. ടെക്സ്ചറും എല്ലാം ഇങ്ങനെ തന്നെയാണ്. ടേസ്റ്റും ഓൾമോസ്റ്റ് ഐ ഹാവ് റീക്രിയേറ്റഡ്. ഞാൻ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി എന്തായി. അടുപ്പ് കത്തിച്ച് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നെല്ലിക്ക അച്ചാർ തയ്യാറാക്കാൻ പോകുന്നു. മുഴുവനോടെ ഇട്ടാലും മതി, അത് വെന്ത് ഉടഞ്ഞോളും. എങ്കിലും പെട്ടെന്നാകാൻ വേണ്ടി മുറിച്ചിടാം. നെല്ലിക്ക നമ്മൾ മുറിക്കുന്നില്ല, പക്ഷേ ഇങ്ങനെ അതിനകത്ത് കുറച്ച് ഇങ്ങനെ ആക്കി ഇടാം. ഓക്കെ, വലിയ നെല്ലിക്ക. യെസ്, പിന്നെ മാർക്ക് ചെയ്തിടാം. ഒരു പകുതി വേഗമായി കഴിഞ്ഞു നെല്ലിക്ക. ഇതിലേക്കൊരു ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി ഉപ്പ്, മുതലായ കാര്യങ്ങൾ ചേർക്കുന്നു. ഇത് അച്ചാറാണ്, അത് ഇൻസ്റ്റൻറ്റ് അച്ചാറാണ്, പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. മുളക് പൊടി, എല്ലാം കൂടി കിടന്നിട്ടാണ് ഒന്നിച്ചാണ് വേകുന്നത്. ഇനി ബാക്കി വേഗമെല്ലാം ഒന്നിച്ച്. രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. ഉപ്പുണ്ട്, ഒരു 1/4 ടീസ്പൂണും കുറച്ചുകൂടി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് ഉടഞ്ഞ് വരും. ഇത് വെന്ത് കഴിയുമ്പോൾ ഇത് കഷ്ണങ്ങളായിട്ട് ഇളകി വരും. അതാണ് നമുക്ക് വേണ്ടത്. കറികൾ ഓരോന്നായിട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൂരിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഉരുളക്കിഴങ്ങും ക്യാബേജ് കറി റെഡി. ഇനി ഒരു പൂരി ഉണ്ടാക്കണം, പയറുകറി ശരിയാക്കണം, പിന്നെന്താ പപ്പടം കാച്ചണം. അതാകുമ്പോൾ ഫുൾ സെറ്റാകും. നോക്കിക്കോളൂ, ഇളകി തുടങ്ങി. പീസസ് നെല്ലിക്കയുടെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഇളകിയതിൻ്റെ കൂടെ ചേർന്ന് കുറച്ചുകൂടി ഒന്ന് കുറുകും. അച്ചാറ് സെറ്റാകും. ഉപ്പും മുളകും എല്ലാം കഷ്ണങ്ങളിലേക്ക് അങ്ങ് പിടിച്ചോളും കറക്റ്റായിട്ട്. അതാണ് വേണ്ടത്. എല്ലാം കൂടി കിടന്ന് ഒന്നിച്ച് കുറച്ച് നേരം കൂടി വേഗട്ടെ. കുറച്ച് തീ ഒന്ന് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. ചെറിയ അടുപ്പിലേക്ക് ഞാൻ മാറ്റുന്നു. അച്ചാർ റെഡി. ഞാൻ തീ ഓഫ് ചെയ്യുന്നു. ഓക്കെ, ഇത് തന്നെ നെല്ലിക്ക അച്ചാർ. ഇതിന് താളിച്ചാൽ മാത്രം മതി. കുറച്ചെണ്ണ, എല്ലാം കുറച്ച് മിതമായിട്ട് 1 ടേബിൾ സ്പൂൺ അകത്തെ ഒഴിക്കുന്നുള്ളൂ. കടുകിടാം. യെസ്, കഴിക്കും. അവർ കറിവേപ്പില ഉപയോഗിക്കുന്നുണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എന്നാലും ഞാൻ ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് നേരെ അച്ചാറിൻ്റെ മുകളിലേക്ക് വയ്ക്കും. പിന്നെ നെല്ലിക്ക അച്ചാർ ഇസ് ഓൾസോ റെഡി. അടിപൊളിയാണ്, ഇൻസ്റ്റൻറ്റ്. ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കുരുവൊക്കെ അതിനകത്ത് തന്നെ കാണും. സാധാരണ അവിടെ കിട്ടുമ്പോഴും അങ്ങനെ തന്നെയാണ്. പയർ കറി ഉണ്ടാക്കാൻ പോകണം. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നം പറയട്ടെ. എനിക്ക് കിട്ടിയിരിക്കുന്ന പയർ ഒരു ഗ്രീൻ ഗ്രാമാണെങ്കിൽ അത്ര ഗ്രീനല്ല, കുറച്ചൊരു ഡാർക്കായിട്ടുള്ളതാണ്. ഇപ്രാവശ്യം ഈ ബാച്ച് മോശമായിരുന്നു. അതുകൊണ്ട് കറി ആയി വരുമ്പോൾ ഒരു ഗ്രീൻ കളറിനെക്കാട്ടിലും കറുത്ത കളറാണ് കിട്ടാൻ സാധ്യത. ഇതിപ്പോൾ 1 കപ്പ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അത്ര ക്വാളിറ്റി പോരാന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്രാവശ്യം വാങ്ങിച്ച പയർ, ചെറുപയർ.
കുറച്ച് പുളിവെള്ളം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചല്ലോ അതിൽ നിന്നും കുറച്ച്, ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തത്. അതിൽ നിന്നും കുറേശ്ശെയാണ് എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. ഏതാണ്ട് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇച്ചിരി ഉപ്പ്. പയർ വേവിക്കുന്ന സമയത്ത് ഇത്രയും മതി. ഇനി കുക്കർ അടച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി പയർ നന്നായിട്ട് വേകട്ടെ. ഒരു 3-4 വിസിൽ കേൾക്കട്ടെ. നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് അടച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ശർക്കരയും കൂടി ചേർത്തിട്ട് വേവിക്കണം. അപ്പോൾ പുളിവെള്ളം, ഉപ്പ് മാത്രമാണ് ചിലപ്പോൾ ഓൾറെഡി ചേർത്തിട്ടുള്ളൂ. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതായത് കുറച്ച് ശർക്കര. ഇതിലാണ് കുറച്ചുകൂടെ കൂടുതൽ, ഇച്ചിരി കൂടെ മധുരം കൂടുതൽ തോന്നിക്കുന്നത് ഈ കറിക്കാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര ഇടുന്നു. വെള്ളം, ഒരു കപ്പ് വെള്ളം. തിളക്കട്ടെ നന്നായിട്ട്. അപ്പോൾ ഇതിൽ ഉപ്പുണ്ട്, മധുരത്തിന് ശർക്കര ചേർത്തു, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇതൊന്നിച്ച് കിടന്ന് വരും. ബാക്കി കാര്യങ്ങളൊക്കെ വരും. ഇത് കഴിഞ്ഞിട്ടാണ് വരിക. കുറച്ചുകൂടി ഒന്ന് ഉടയണം. വെന്ത് ഉടഞ്ഞ് വരണം കുറച്ചുകൂടി. അപ്പോൾ ആ മധുരത്തിൽ കിടന്നിട്ട് ആകട്ടെ. കുറച്ച് മധുരം മതി, ഓവറല്ല, ഒരല്പം മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി നമ്മൾ വെള്ളം ചേർക്കുന്നു. 1 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇത് ചൂടുവെള്ളം ചേർത്താൽ മതി. എല്ലാം കൂടി കിടന്ന് തിളക്കട്ടെ. പയർ കറിക്ക് വേണ്ട ബാക്കി പ്രൊസീജിയറാണ്. ഇതിൻ്റെ 1 ടേബിൾ സ്പൂണോളം എണ്ണ, അത്ര മതി. ഇനി ഇതിൽ കടുക്, പിന്നെ ജീരകം, അതുകൂടാണ്ട് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഈ പൊടികളെല്ലാം ഇതിലാണ് ചേർക്കുന്നത്. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചിട്ടാണ് നമ്മൾ ആ പയറിലേക്ക് ചേർക്കുന്നത്. ഇപ്പം 1 ടീസ്പൂൺ കടുകെല്ലാം പൊട്ടി. ഇനി ഒരു 1/2 ടീസ്പൂൺ നിറച്ച ജീരകം, നല്ല ജീരകം. ഒരു 1/2 ടീസ്പൂണോളം, 1/4 ടീസ്പൂൺ മുളക് പൊടി. തീ ഓഫ് ചെയ്യാം, ചൂടിത് മതി. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഇത്ര മതി. ഇതാണ് പാകം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. എല്ലാം കൂടി നമ്മൾ കറിയിലേക്ക് ഒഴിക്കും. ഇപ്പോൾ പരിപ്പ് കറി ഈസ് ഓൾമോസ്റ്റ് റെഡി. ഇനി എല്ലാം കൂടി കിടന്ന് തിളയ്ക്കുന്നു. ഇച്ചിരി ഉപ്പും കൂടി വേണം. ഇനി ഒരു കാര്യം കൂടി ചേർക്കണം. കുറച്ച് കടലമാവ് കലക്കി ഒഴിക്കണം. 1 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവ് കലക്കിയത് ഒഴിച്ചു കൊടുക്കുക. ഇത് 1 കപ്പ് വെള്ളത്തിലാണ് ഞാൻ കടലമാവ് 1 ടേബിൾ സ്പൂൺ കലക്കിയത്. അപ്പോൾ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പം പുളിയും കൂടി ചേർക്കുക, പുളിവെള്ളം. പിന്നെ അതുപോലെ ഒരല്പം ശർക്കരയും ഇച്ചിരി, ഇപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ശർക്കര ചേർത്തത്. ഒരല്പം കൂടി, ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി ആകാമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ 1 ടീസ്പൂൺ എന്ന് പറയും. വന്നിട്ടുണ്ട്. കറക്റ്റ്. ഇച്ചിരി ഉപ്പ് കൂടി വേണം. ഈ പയർ കറിക്കാണ് ഇച്ചിരി മധുരം കൂടുതലായിട്ട് വയ്ക്കുന്നത്. മറ്റേതിനൊന്നും മധുരം അറിയില്ല. എല്ലാത്തിലും ശർക്കര ചേർക്കുന്നുണ്ടെങ്കിലും വളരെ സട്ടിലാണ്, അറിയേയില്ല. യെസ്, പെർഫെക്റ്റ്. പാത്രത്തിലേക്ക് മാറ്റും. ഈ ഒരു പയർ കുറച്ച് ഞാൻ പറഞ്ഞില്ല ഡാർക്കാണെന്ന്, അതുകൊണ്ട് ഒരു ചെറിയ കളർ ഡിഫറൻസ് ഉണ്ട്. അല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു യെല്ലോ ടോൺ തന്നെ കിട്ടും. പയർ കറി ഈസ് ഓൾസോ റെഡി.
പൂരിയുടെ എല്ലാ കാര്യങ്ങളും ആയിക്കൊണ്ടിരിക്കണം. ഓഹോ, ഒരു സന്തോഷം. ഞാൻ എന്താ ചെയ്തതെന്ന് നോക്കിയാൽ കുറച്ച് ഉള്ളി, ഒരു 2 മീഡിയം സൈസ് സവാള ഇങ്ങനെ കനം കുറച്ച് നീളത്തിന് അരിഞ്ഞു വെച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ കുറച്ച് പഞ്ചസാരയും, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും. ഇത് അവിടെ നിന്ന് കഴിക്കുമ്പോൾ ഉള്ളിക്കൊരു ചെറിയ മധുരമൊക്കെ ഉണ്ടാകും കേട്ടോ. ഓവറല്ല, കുറച്ച് ഒരു സട്ടിലായിട്ട് ഉപ്പും ഒരു ചെറിയ മധുരം. അങ്ങനെ നമ്മുടെ പൂരി വിത്ത് കറീസ് എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി പൂരി റെഡി ആയിട്ടില്ല, എല്ലാ കറികളും റെഡിയായി ഉണ്ടല്ലോ. 1 by 1 ആയിട്ട് പൊട്ടറ്റോ കറി കഴിഞ്ഞു, പയർ കറി, അച്ചാർ, നെല്ലിക്ക അച്ചാർ, സലാഡ്, ഉള്ളി അരിഞ്ഞത്, പിന്നെന്തായിരുന്നു, മുളക് കറി. ഞാൻ തന്നെ മറന്നു പോടുമല്ല. അപ്പോൾ ഇനി പൂരി ഉണ്ടാക്കണം, പപ്പടം കാച്ചണം, ഇത്രേ ഉള്ളൂ. പൂരിയുടെ മാവ് ഞാൻ കുഴച്ച് വെച്ചത് എടുക്കുന്നു. ഇനി പരത്തി തുടങ്ങാം. ചെറിയ പൂരിയാണ് കേട്ടോ, ചെറു പൂരി വറുക്കാൻ ആവശ്യമായ എണ്ണ. അപ്പോൾ നമ്മുടെ ഒരു സൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം ചെറിയ പൂരീസാണ്. ഈ മാവിന് പകരം ഇച്ചിരി എണ്ണ തടവിയിട്ട് പരത്തിയെടുക്കാം. ഓയിലാണ് നല്ലത്. ഇപ്പോൾ റോളിംഗ് പിന്നിൽ ഒരല്പം എണ്ണ തടവാം. കുട്ടിപ്പോലീസ് ഇത്ര മതി സൈസ്. ഇത് തന്നെ അളവ്. ഒരല്പം എണ്ണ തടവിയാൽ മതി, കല്ലിലും അതുപോലെ റോളറിലും. അപ്പോൾ ഇങ്ങനെ വരും, കുഴപ്പമില്ലാണ്ട് കിട്ടും. പൂരി ഒരിക്കലും ഭയങ്കര തിന്നാക്കി പരത്തരുത്, ഒരു കുറച്ചൊരു കട്ടി വേണം. ഇപ്പോൾ ഞാൻ തൽക്കാലം ഒരു 5 എണ്ണം മാത്രമേ പരത്തുന്നുള്ളൂ. ചൂടായിട്ട് കഴിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട, മാവ് അതുപോലെ സൂക്ഷിച്ചാൽ മതി. അവിടുത്തെ പൂരിയാണെങ്കിൽ എല്ലാം റൗണ്ട് ഷേപ്പൊന്നുമല്ല, ഒരു പല ഷേപ്പിലൊക്കെ കിട്ടും. അതുകൊണ്ട് ഭയങ്കര റൗണ്ട് വേണമെന്ന് ഞാൻ ഇൻസിസ്റ്റ് ചെയ്തില്ല, അതുപോലെ ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ആകെപ്പാടെ ഒരു 12 പൂരി മാത്രമേ ഉള്ളൂ, 2 cups ഓഫ് മാവ്. പക്ഷേ ഇതിൻ്റെ കറി എന്ന് പറയുന്നത് അതിൻ്റെ ഇരട്ടി പൂരി ഉണ്ടെങ്കിലും കഴിക്കാൻ പറ്റും. അത് ഡബിൾ ക്വാണ്ടിറ്റി. ഇപ്പോൾ 4 കപ്പ് മാവിൽ കുഴച്ചെടുത്ത് നമുക്ക് ഒരു 24 പൂരി കിട്ടിയാലും ഇത്രയും കറി തന്നെ മതി. പക്ഷേ കറി വളരെ ലാവിഷായിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഈ ഒരു പൂരി കഴിക്കുമ്പോൾ അവരാണെങ്കിലും ഇഷ്ടംപോലെ കറി തരും. കറിയിലിങ്ങനെ സോക്ക് ചെയ്താണ് നമ്മൾ കഴിക്കുന്നത്. അതാണ് കറി കുറച്ച് കൂടുതൽ ഞാൻ ഉണ്ടാക്കിയത്. ഓക്കെ, ഇനിയിപ്പോൾ എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടായി. യെസ്, പൂരി നമ്പർ 1. കണ്ടോ, കളർ തന്നെ ഉണ്ടല്ലേ. പ്യുവർ ആട്ടാണെങ്കിൽ ഈ ഒരു കളറാണ് കിട്ടുന്നത്. ഇത് റിയൽ ഗോതമ്പ് പൊടിയാണ്, സാധാരണ നമ്മൾ പാക്കറ്റിൽ വാങ്ങണമല്ല. അവരുടേത് ഇങ്ങനെ ഇത്രയും വലുതായിട്ടൊന്നും ചിലതൊന്നും പൊള്ളില്ല, ഒരു ഹാഫ് പൊള്ളില്ല, അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, എണ്ണയൊന്ന് മാറ്റട്ടെ. ഇടുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് അവിടുത്തെ പൂരി, കുറച്ചിങ്ങനെ പുള്ളി ആ സ്റ്റൈൽ. മതി, എടുക്കാം. അപ്പോൾ ഒരു 5 പൂരീസ് റെഡി. ഇനി ഞാൻ പപ്പടം കൂടി കാച്ചട്ടെ. പപ്പടത്തിൻ്റെ ക്വാളിറ്റി മോശം, പൊള്ളുന്നില്ല അത്ര പോലെ. പപ്പടം ഈസ് നോട്ട് ദാറ്റ് ഗുഡ്.
അങ്ങനെ നല്ല ഗോതമ്പ് മാവിലുള്ള പൂരി റെഡി. ദേ പൊട്ടറ്റോ കറി. അപ്പോൾ ഇതിനകത്ത് ക്യാബേജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാലേ അറിയുള്ളൂ. അത് റെഡി. ഇത് നമ്മുടെ അച്ചാറ്, മുളക് കറി, പിന്നെ അത് കഴിഞ്ഞിട്ട് പയറ് കറി. ഓൾ സെറ്റ്. ചൂട് ഉള്ളി, സാലഡ്, പപ്പടം, അച്ചാർ, എല്ലാം റെഡി. അപ്പോൾ ഇതാണ് ഒരു കോംബോ. ഇനി ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ കടയിൽ നിന്നും ഒരു പാഴ്സൽ മേടിച്ചു. ഓക്കെ, സൗരാഷ്ട്രയിൽ നിന്നൊരു പാഴ്സൽ മേടിച്ചു. പൂരി. പിന്നെന്താ, ഇതിപ്പോൾ തണുത്ത് പോയി കേട്ടോ, ഇച്ചിരി അങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ആ ഗോതമ്പ് മാവായതുകൊണ്ട് ആ ഒരു കളർ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ കറികൾ, പയറ് കറി. നമ്മുടെ പയറ് കറിയിൽ പയർ കൂടുതലുണ്ട്, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇത് മുളക് കറി, മഞ്ഞൾ കൂടുതലാണ് ചേർത്തിരിക്കുന്നത്. ഇത് പൊട്ടറ്റോ കറി. അപ്പോൾ നമ്മളെല്ലാം കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ വീട്ടാവശ്യത്തിന് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ റിച്ചായിട്ട് ചെയ്യും. ഇത് കുറച്ചുകൂടി കമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നു, ആ വ്യത്യാസമേ ഉള്ളൂ. ഇവരിങ്ങനെയാണ് കഴിക്കുന്നത്. 2 പൂരി വയ്ക്കുന്നു, കറികളെല്ലാം ഒഴിക്കുന്നു. അതുപോലെ എല്ലാ കറിയും കൂടി എടുത്ത് ഒഴിക്കും. പയറ് കാണുന്നുണ്ടല്ലോ, പിന്നെ മുളക്. എന്നിട്ട് കുറച്ച് സാലഡ് ഉണ്ടാവും. പിന്നെ ഉള്ളി. ഇതൊരു മധുരം ഉണ്ടാവും ഈ ഉള്ളിയിൽ. പിന്നെ അവരുടെ അച്ചാറും കാണും, നെല്ലിക്ക കാണും. ഇങ്ങനെയാണ് അവരുടെ കോംബോ. ഓക്കെ, ഇനി നമ്മുടെ കോംബോ എടുക്കാം. ഇതിൻ്റെ കൂടെ പപ്പടം. ഞാൻ മറന്നുപോയി, പപ്പടം കൂടി ചേർത്താണ് അവർ തരുന്നത്. ഇന്നിപ്പോൾ പപ്പടം കണ്ടില്ല ആ പൊതിക്കകത്ത്. സാധാരണ പപ്പടം കാണും. ഇന്ന് പപ്പടം കൂടി വെച്ചിട്ടുണ്ടാവും. നമ്മുടെ പൂരി വയ്ക്കുന്നു. കറികൾ 1 by 1. പൊട്ടറ്റോ കറി, പയർ കറി, നമ്മുടെ മുളക് കറി. ഞാൻ മഞ്ഞളുടെ ഉപയോഗം കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. അവർ കൂടുതലും മഞ്ഞൾ ഉപയോഗിച്ചിരിക്കുന്നു. സലാഡ്, അച്ചാർ, എൻ്റെ പപ്പടം. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി. ഇത് നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിയത്, ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അറിയാമല്ലോ, നമ്മൾ കുറച്ചുകൂടി ക്വാണ്ടിറ്റി ഓഫ് സാധനങ്ങളൊക്കെ കൂടുതൽ ചേർക്കും. അപ്പോൾ കുറച്ചുകൂടി റിച്ചായിട്ട് ചെയ്യും, ആ വ്യത്യാസമുള്ളൂ. രുചിയെല്ലാം കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. എക്സലൻ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ്. അങ്ങനെ എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസിലുള്ള ഒരു കോംബോ ഫുഡാണ് ഞാനിപ്പോൾ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷമാണ്. ഇനി കഴിക്കട്ടെ, നോക്കിക്കോളൂ. ആഹാ, സെയിം ടേസ്റ്റ്. അവരുടെ പൂരി കുറച്ചുകൂടെ തിക്ക്, അതായത് കുറച്ചുകൂടെ മൊരിക്കും, കുറച്ചുകൂടി ഹാർഡാക്കും. നമ്മുടേത് അത്യാവശ്യമാണ്. ഇത് എല്ലാം കൂടി കമ്പൈൻ ചെയ്യും, എന്നിട്ട് കഴിക്കുന്ന കേട്ടോ. ഇച്ചിരി ഉള്ളി എല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് ഒരു ടേസ്റ്റ് അറിയാം. ചെറിയ മധുരം. പയറ് കറിയിലാണ് ഇച്ചിരി മധുരം വരുന്നത്. ചെറിയ മുളക് കറിയുടെ എരിവ്, അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ്, ഉള്ളിയിൽ മധുരമുണ്ട്, പപ്പടത്തിൻ്റെ ഒരു ഇതെൻ്റെ എത്രയോ വർഷത്തെ ഓർമ്മകളാണെന്നറിയോ. എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ഫുഡായിരുന്നു. കഴിക്കുമ്പോൾ ഞാൻ അവരെല്ലാം ഓർമ്മിക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു 95% അതുപോലെ വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ. അന്ന് ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ വെച്ച് ഞാൻ എൻ്റെ ഷെഫുമാർ കുറച്ച് പയ്യന്മാരായിരുന്നു. സാധാരണ ട്രെയിൻഡായിട്ടുള്ള ഷെഫൊന്നുമല്ല. ഞാൻ അവരോട്ട് സംസാരിച്ചിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് ജനറലായിട്ട് അവർക്ക് അങ്ങനെ പറഞ്ഞു തരാനൊന്നും അറിയില്ല.
ഇന്ന കാര്യങ്ങളാണ് ചേർക്കുന്നതെന്ന് മാത്രം പറഞ്ഞു തന്നു. ബാക്കി എല്ലാം ഞാൻ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചിട്ട് ഞാനിങ്ങനെ ആലോചിച്ച് ആ ടേസ്റ്റ് എങ്ങനെ, എനിക്ക് ടേസ്റ്റ് എൻ്റെ നാവിൻ തുമ്പിലുണ്ടല്ലോ, അതിങ്ങനെ ഞാൻ ആ കറക്റ്റ് അളവ് തൂക്കമൊക്കെ വെച്ചിട്ട് റീക്രിയേറ്റ് ചെയ്തെടുത്താണ്. അപ്പോൾ എനിക്കതിലൊരു വലിയ സന്തോഷം തോന്നുന്നുണ്ട്. വെരി നൈസ്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കടയിൽ പോയി കഴിക്കാം. സൗരാഷ്ട്ര ഹോട്ടൽ പാർത്താസിൻ്റെ തൊട്ടടുത്താണ്. പക്ഷേ ദൂരെ ഉള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ ഈ ഒരു ടേസ്റ്റ് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ ആക്കിയിരിക്കുന്നത്. കാര്യം ഇതെന്നും അതിലുണ്ടാവും നമ്മുടെ LN വ്ളോഗ്സിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം, കഴിക്കാം, എന്നിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. ഇഷ്ടംപോലെ ഇഷ്ടത്തിനുണ്ടാക്കുക, കഴിക്കുക. ഇത് കറിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, എത്ര പൂരി വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിക്കാം ഈ കറിയിൽ തന്നെ. അപ്പോൾ ഈ ഒരു പൂരി സെറ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. പിന്നെ ഇത് ഓൾറെഡി ആ കടയിൽ പോയി കഴിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്കൊരു ഫീഡ്ബാക്ക് തരണം. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ സന്തോഷം തോന്നുന്ന ഒരു ദിവസം. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ പോയി കഴിച്ച ആ വീഡിയോ കുറച്ചൊക്കെ നിങ്ങൾ കണ്ടല്ലോ, എങ്ങനെയാണ് ഞാൻ ആസ്വദിച്ചതെന്നൊക്കെ. അതേപോലെ ആസ്വദിച്ചാണ് ഇപ്പോഴും കഴിക്കുന്നത്. ഓക്കെ, എൻ്റെ പൊടുമോള് വന്നു. എൻ്റെ മോളെ, പൊന്നു മോളെവിടെ, എൻ്റെ പൊന്നു കുട്ടി, എൻ്റെ പൊന്നു കുട്ടിയോട്. അമ്മാമ്മ ഇവിടെ എന്ത് ചെയ്യണോ, ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നു. പൂരി മോൾക്ക് ഇഷ്ടമാണ്. എങ്ങനെ കഴിക്കും കുഞ്ഞു പൂരി? അയ്യോട്ടോ, മോൾക്ക് കൊടുക്കാതെ അമ്മാമ്മ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നു. ആയിടെ ഓഹോ എന്നുള്ള മട്ടിലാണ് വന്നത്. അയ്യോടാ ചക്കര. ആ പപ്പടമാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അമ്മാമ്മയ്ക്ക് തരുന്ന ഓക്കെ അമ്മാമ്മയ്ക്ക്. അനുക്കുട്ടി മോളും വീട്ടിൽ പോയിരിക്കുക, അനുവിൻ്റെ വീട് വരെ പോയിരിക്കുമായിരുന്നു. ആ സമയത്താണ് ഞാനിതെല്ലാം സെറ്റപ്പ് ആക്കിയത്. അപ്പോഴത്തേക്ക് ആളെത്തി. ഒന്നും നടക്കില്ല. അമ്മാമ്മയ്ക്ക് തരുമോ അവർ? അമ്മാമ്മയ്ക്ക് ഓക്കെ ഫീഡ് ചെയ്യുന്നു പപ്പടം. ഓക്കെ, താങ്ക് യു മോളോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ. മോളെ ബൈ പറയാം മോളെ. ടാറ്റ ബൈ ബൈ. ഉമ്മ ഉമ്മ ബൈ. എങ്ങനെ പറയും? ബൈ പറയാനാരും.